Hello dear students, welcome to IIT JAM 2023 Physics Question Paper Discussion. This is the 11th lecture of this series. കഴിഞ്ഞ 10 ലെക്ചറുകളിലായിട്ട് നമ്മൾ IIT JAM ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഓരോ ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻ ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓരോ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യനുള്ളത് നോക്കൂ, ഫോർ എ ഗിവൺ വെക്റ്റർ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് വൈ ഐ പ്ലസ് സെഡ് ജെ പ്ലസ് എക്സ് സ്ക്വയർ കെ the surface integral del cross of r dot ds r cap ds r cap surface integral del cross of dot r cap ds over the surfaces of a hemisphere of radius r with the center of the base at the origin. Okay, അപ്പോൾ ഈ സർഫസിൽ, ഈ ഹെമിസ്ഫെറിക്കൽ സർഫസിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഹെമിസ്ഫെറിക്കൽ സർഫസ് ഇതാ, ഈ ഹെമിസ്ഫെറിക്കൽ സർഫസിൽ നമുക്ക് ഈ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഈ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നല്ല, അതിൻ്റെ കേളിനെ ഇൻ്റഗ്രേറ്റ് അല്ലെ, കേൾ ഓഫ് ദ ഫംഗ്ഷൻ ഡോട്ട് ആർ ക്യാപ് ഡി എസ് കണ്ടുപിടിക്കണം. നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളിവിടെ കേൾ എടുക്കാതെ നമുക്കിത് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോക്സ് തിയറം ഉണ്ട് അല്ലേ? എന്താണ് സ്റ്റോക്സ് തിയറം? സ്റ്റോക്സ് തിയറം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, സ്റ്റോക്സ് തിയറം ഞാൻ പറയാം, നിങ്ങൾ പഠിച്ചാലും ഇല്ലെങ്കിലും പ്രശ്നമില്ല. എന്താണ് സ്റ്റോക്സ് തിയറം? ഈ കേൾ ഓഫ് എ ഫംഗ്ഷനെ നമുക്ക് അല്ലേ, കേൾ ഓഫ് എ ഫംഗ്ഷൻ ഡോട്ട് ഡി എസ് വെക്ടർ എന്നാണ് നമ്മൾ എഴുതുക. ഇതിന് നമുക്ക് ഇത് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് കേളിനെ, കേൾ ഓഫ് എ ഫംഗ്ഷൻ ഡോട്ട് ഡി എസിനെ നമുക്ക് ലൈൻ ഇൻ്റഗ്രലായിട്ട് കൺവേർട്ട് ചെയ്യാം, ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രലായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ലൈൻ ഇൻ്റഗ്രൽ എവിടെയാണ് കണ്ടുപിടിക്കുന്നത്? ലൈൻ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുന്നത് ദാ ഈ ആ സർഫസിനെ എൻഡ് ചെയ്യുന്ന, ആ സർഫസ് എൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സർഫസിൻ്റെ ബൗണ്ടറി ആയിട്ടുള്ള കർവിലാണ് അല്ലെ, ഈ ഹെമിസ്ഫിയറിൻ്റെ ബൗണ്ടറി ആയിട്ടുള്ള കർവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഹെമിസ്ഫെറിക്കൽ സർഫസിനെ ബൗണ്ട് ചെയ്യുന്ന കർവിലാണ് നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കർവിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ കർവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് ഒറിജിനാണ്, ഇത് ആർ റേഡിയസുള്ള ഒരു സർക്കിളാണ് അല്ലേ? അപ്പോൾ ഈ സർക്കിളിലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഈ ലൈൻ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ സർക്കിളിലാണ്. ഓക്കെ, ആ ഫംഗ്ഷൻ്റെ ലൈൻ ഇൻ്റഗ്രലാണ്. ആ ഫംഗ്ഷൻ്റെ ലൈൻ ഇൻ്റഗ്രൽ സിംപ്ലി ഏരിയ കാണുകയല്ല നമ്മൾ ചെയ്യുന്ന, ഫംഗ്ഷൻ്റെ ലൈൻ ഇൻ്റഗ്രൽ നമ്മൾ കാണുന്നത് ഈ കർവിലാണ്. ഓക്കെ, അപ്പോൾ ഈ കേൾ ഓഫ് ദ ഫംഗ്ഷനെ, കേൾ ഓഫ് എഫ് ഡോട്ട് ഡി എസിനെ നമുക്ക് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് കേൾ ഡോട്ട് ഡി എസിനെ നമുക്ക് എന്താക്കാം? ലൈൻ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എൽ ആക്കാം. അതിനെയാണ് സ്റ്റോക്സ് തിയറം എന്ന് പറയുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണ് അത്. അതുപോലെ തന്നെ സ്റ്റോക്സ് തിയറും ഡൈവേർജൻസ്, ഗോസസ് ഡൈവേർജൻസ് തിയറും ഫിസിക്സിൽ നമ്മൾ വളരെയധികം ഉപയോഗിക്കുന്ന തിയറങ്ങളാണ്. അപ്പോൾ ഇതെന്തായാലും ഓർത്ത് വയ്ക്കുക, നമുക്ക് സർഫസ് ഇൻ്റഗ്രലിനെ ലൈൻ ഇൻ്റഗ്രലാക്കാം അല്ലേ? മറ്റ് നമ്മൾ വോളി ഇൻ്റഗ്രലും സർഫസ് ഇൻ്റഗ്രലും തമ്മിൽ മാറ്റുന്നതാണ് ഗോസസ് ഡൈവേർജൻസ് തിയറം. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തോട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഇങ്ങനെയൊരു പ്ലെയിൻ സർഫസിലാണ് അല്ലേ, ഈ ലൂപ്പിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഈ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഇൻ എ പ്ലെയിൻ, എക്സ് വൈ പ്ലെയിനിലല്ലേ ലൂപ്പ് കിടക്കുന്നത് അല്ലേ? ഹെമിസ്ഫിയറിൻ്റെ ആ ബേസ് എക്സ് വൈ പ്ലെയിനിലാണ് ഒരു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സിൽ ഇൻ്റഗ്രേഷൻ ചെയ്താലും മതി, കാരണം അത് പ്ലെയിനിലാണ് കിടക്കുന്നത്, സെഡ് ഇല്ല. ഇവിടെ ഈ നമ്മൾ നോക്കൂ, സർഫസൊക്കെ ആയിരുന്നു, ആ സർഫസ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മൾ ലൈൻ ഇൻ്റഗ്രലിലേക്ക് മാറി. ഈ നമ്മുടെ കർവ് കിടക്കുന്ന അല്ലെങ്കിൽ സർക്കിൾ കിടക്കുന്ന എക്സ് വൈ പ്ലെയിനിലാണ്. സോ സെഡ് ഈക്വൽ ടു 0 ആണ്, ഡി സെഡും ഇവിടെ വരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ ഇതാ ക്ലോസ്ഡ് ലൈനിൽ എഫ് എന്നുള്ളത്, എഫ് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, മൈനസ് വൈ ഐ പ്ലസ് സെഡ് ജെ പ്ലസ് എക്സ് സ്ക്വയർ കെ ഡോട്ട് വട്ട് ഈസ് ഡി എൽ. ഡി എല്ലിന് സാധാരണ നമ്മൾ ഡി എക്സ് ഐ പ്ലസ് കട്ടീഷ്യനിൽ എഴുതുകയാണെങ്കിൽ ഡി വൈ ജെ പ്ലസ് ഡി സെഡ് കെ എന്നാണ് എഴുതുക. ഓക്കെ, കട്ടീഷ്യൻ. അപ്പം ഞാനിവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഇതാ രണ്ട് കാര്യങ്ങളാണ്. ഇത് 0 ആണ് സെഡ് കോർഡിനേറ്റ്, കാരണം വി ആർ ഇൻറ്റഗ്രേറ്റിംഗ് ഓൺ ദ എക്സ് വൈ പ്ലെയിൻ. അതേപോലെ ഡി സെഡും 0 ആണ്, പ്ലെയിൻ പോളർ കോർഡിനേറ്റ്സ്. അപ്പോൾ നമുക്കിവിടെ
ഇങ്ങനെ ചെയ്താൽ മതി. ദിസ് ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ മൈനസ് വൈ ഐ. നോക്കൂ, ഈ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ Z0 എന്ന് പറഞ്ഞില്ലേ, ഈ ടേം 0 എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക മൈനസ് വൈ ഐ ഡോട്ട് അല്ലേ, ഈ ടേം മാത്രമല്ലേ വരുള്ളൂ. കാരണം ഈ ടേം 0 ആയതുകൊണ്ട് ഇതായിട്ട് ഡോട്ട് ചെയ്യുമ്പോൾ 0 ആയി പോകില്ലേ. അതേപോലെ ഈ ടേമിൻ്റെ ഇത് ചെയ്യുമ്പോൾ എന്ത് വരും, ഇത് 0 അല്ലേ. ഇത് ഈ DZ 0 ആയതുകൊണ്ട് ഈ ടേമും ഡോട്ട് ചെയ്യുമ്പോൾ 0 ആവില്ലേ. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ, AX പ്ലസ് AY BY പ്ലസ് AZ BZ ഐയുടെ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഐ ഡോട്ട് ഐ 1 ആണല്ലോ, മൈനസ് വൈ ഡി എക്സ് എന്നല്ലേ കിട്ടുക, മൈനസ് വൈ ഡി എക്സ് എന്നാണ് കിട്ടുക. മൈനസ് വൈ ഡി എക്സ് ഇത്രയാണ് നമുക്ക് കിട്ടുക. മൈനസ് വൈ ഡി എക്സിന് നമ്മൾ ആ ലൈനിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. മൈനസ് വൈ ഡി എക്സിന് നമ്മൾ ആ ലൈനിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യും. ഇനി ഇവിടുത്തെ വൈ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പോളാർ കോർഡിനേറ്റ്സിലാണ് ഇത് ചെയ്യേണ്ടത്. മൈനസ് വൈ ഡി എക്സിനെ ആ എൻറ്റിയർ ലൈനിൽ നിങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, പോളാർ കോർഡിനേറ്റ്സ് നമുക്ക് ചെയ്യാം. പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സിൽ ഞാൻ അടുത്ത പേജ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഫൈനലി അവർ ആൻസർ ഈസ് വാട്ട്, മൈനസ് ഓഫ് അല്ലെങ്കിൽ ലൈൻ ഇൻറ്റഗ്രൽ, ക്ലോസ്ഡ് ലൈൻ ഇൻറ്റഗ്രൽ മൈനസ് വൈ ഡി എക്സ്. ഇനി പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സിലേക്ക് വരുമ്പോൾ എക്സ് എന്താ, ആർ കോസ് തീറ്റ പഠിച്ചു വയ്ക്കണം. വൈ എന്താ, ഞാൻ മുമ്പൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പ്രൊജക്റ്റൈലിൻ്റെ ടോട്ടൽ എനർജി എഴുതിയപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എക്സ് ആർ കോസ്റ്റ് പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സ്, നിങ്ങളത് കണ്ടിട്ടില്ല, ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് വരാം. വൈ എന്താണ്, ആർ സൈൻ തീറ്റയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വൈയും വേണം ഡി എക്സും വേണം. ഡി എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക, ഡി എക്സ് ആണെങ്കിൽ നമ്മളിവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം അല്ലേ, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, സർക്കിളാണ്. സർക്കിൾ ആയതുകൊണ്ട് അവിടുത്തെ റേഡിയസ് കോൺസ്റ്റൻ്റ് ആണ്. ഒരു എലിപ്സൊക്കെ ആണെങ്കിൽ റേഡിയസ് വേരി ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവിടെ റേഡിയസ് വേരി ചെയ്യുന്നില്ല. മനസ്സിലായോ? നമ്മൾ പ്രൊജക്റ്റൈൽ ചെയ്തപ്പോൾ 6 വേരി ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവിടുത്തെ 6 കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ആർ എന്നുള്ളത് ഞാൻ ക്യാപിറ്റൽ ആർ എഴുതാണ്, സ്മോൾ ആറിന് പകരം ക്യാപിറ്റൽ ആർ എഴുതാണ്, റേഡിയസ് ആണല്ലോ, അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോസ് തീറ്റനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി, മൈനസ് സൈൻ തീറ്റയാണ് നമുക്ക് കിട്ടുക. കോസ് തീറ്റനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ എന്ന് എഴുതണം. ഓക്കെ, കോസ് തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ തീറ്റ ഡി തീറ്റ. സോ വി ഗെറ്റ് ഡി എക്സ് കിട്ടി. ഡി വൈ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഇതേപോലെ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി, ആർ ഇൻറ്റു സൈൻ തീറ്റയ്ക്ക് കോസ് തീറ്റ ഡി തീറ്റ, ഇത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് ആവശ്യമില്ല. നോക്കൂ, ക്ലോസ്ഡ് ലൈൻ ഇൻറ്റഗ്രൽ മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ആർ സൈൻ തീറ്റയാണ്. ക്യാപിറ്റൽ ആർ എഴുതിക്കോട്ടെ, ഞാനെല്ലാം ക്യാപിറ്റൽ ആർ ആക്കാം. റേഡിയസ് ഓഫ് ദ സർക്കിൾ അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ദ ഹെമിസ്ഫിയർ ആർ സൈൻ തീറ്റ, മൈനസ് ഇവിടെ ഉള്ളതാണ്. ഡി എക്സിന് പകരം ആർ വീണ്ടും മൈനസ് സൈൻ തീറ്റ ഡി തീറ്റ. അപ്പോൾ മൈനസ് ക്യാൻസൽ ചെയ്തപ്പോൾ ക്ലോസ്ഡ് ലൈൻ ഇൻറ്റഗ്രൽ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ. നോക്കൂ, ഇവിടെ ഈ ക്ലോസ്ഡ് ലൈൻ ഇൻറ്റഗ്രൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് എൻ്റയർ സർക്കിളിലാണ്. 0 to 2π ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഒരിടത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ 2π ആംഗിൾ കറങ്ങണം. ഫുൾ സർക്കിളിലേക്ക് വരണമെങ്കിൽ ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടം വരെ എത്തണം. മനസ്സിലായോ? അപ്പോൾ ഫുൾ സർക്കിളിലാണ്. അപ്പോൾ 0 to 2π എന്ന് വേണമെങ്കിൽ ഞാൻ എഴുതാം. ആറ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്ത് നിർത്താം. ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എങ്ങനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക? സൈൻ സ്ക്വയർ തീറ്റ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യണം. 1 മൈനസ് കോസ് 2θ/2 എന്നുള്ളൊരു ഫോമുല ഉണ്ട് അല്ലേ, അതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. സൈൻ സ്ക്വയർ തീറ്റയുടെ ഫോമുലയാണ് 1 മൈനസ് കോസ് 2θ/2. കോസ് സ്ക്വയർ തീറ്റ ആണെങ്കിൽ 1 പ്ലസ് കോസ് 2θ/2 അല്ലേ. അപ്പോൾ ആർ സ്ക്വയർ ഇൻറ്റു ഇവിടെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നോക്കൂ, രണ്ട് ഇൻറ്റഗ്രലായിട്ട് തിരിക്കാം. നോക്കൂ, ഇൻറ്റഗ്രൽ 0 to 2π, ഒന്ന് 1/2 ആണല്ലേ, 1/2. ഈ /2 വേണമെങ്കിൽ പുറത്തെടുക്കാം, ആർ സ്ക്വയർ /2 പുറത്ത് നിൽക്കട്ടെ. പിന്നെയുള്ളത് 1 അല്ലേ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1 dx ആണ്. സോറി, ഡി എക്സ് അല്ല, ഡി തീറ്റ. നമ്മൾ ഡി തീറ്റയിലേക്ക് മാറിയിരുന്നു. ഡി തീറ്റ മൈനസ് ഇതേ ഇൻറ്റഗ്രൽ 0 to 2π വരെ കോസ് 2θ ഡി തീറ്റ, കോസ് 2θ ഡി തീറ്റ. നമുക്ക് രണ്ട് ഇൻറ്റഗ്രലായി സ്പ്ലിറ്റ് ചെയ്തു. ആർ സ്ക്വയർ ബൈ 2. ഡി തീറ്റനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ഡി തീറ്റൻ്റെ ഇൻറ്റഗ്രൽ തീറ്റയാണ്. 0 തൊട്ട് 2π വരെ കൊടുക്കണം.
അല്ലേ? മൈനസ് ഈ ഇൻറ്റഗ്രൽ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് 0 ആണ് കിട്ടുക. ഞാൻ എഴുതാം. cos 2 തീറ്റ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് sin 2 തീറ്റ ഇൻറ്റഗ്രേഷനാണ്, മൈനസ് സൈൻ വരില്ല. sin 2 തീറ്റ ബൈ 2 എന്നാണ് വരിക. അതിന് 0 തൊട്ട് 2π വരെ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 0 ആണ്. കാരണം നിങ്ങൾക്ക് ഇവിടെ ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കും, ഇൻറ്റഗ്രേഷൻ കഴിഞ്ഞ് ലിമിറ്റ് കൊടുക്കുമ്പോൾ തീറ്റയ്ക്ക് 2π കൊടുക്കുമ്പോൾ ഇവിടെ 4π അല്ലേ വരിക. 4π sin 4π 0 ആണ്. പിന്നെ തീറ്റയ്ക്ക് 0 കൊടുക്കുമ്പോൾ sin 0 അതും 0 ആണ്. അപ്പോൾ സെക്കൻഡ് ഇൻറ്റഗ്രൽ അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് ടേം 0 ആണ്. സോ ദിസ് ഈക്വൽ ടു r² ബൈ 2 ആൻഡ് ഫസ്റ്റ് ടൈം വരിക. ഫസ്റ്റ് ടൈം എന്താ വരിക? ആദ്യം തീറ്റയ്ക്ക് 2π കൊടുക്കണം, പിന്നെ 0 കൊടുക്കണം. അപ്പോൾ 2π മൈനസ് 0 എന്നല്ലേ വരിക. ഓക്കെ, സോ ദിസ് ഈസ് r² ബൈ 2 ഇൻറ്റു 2π. അപ്പോൾ നമുക്ക് കിട്ടുന്ന πr² ആണ്. ദിസ് ഈസ് ദ വാല്യൂ ഓഫ് ദാറ്റ് ഇൻറ്റഗ്രൽ. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, ഇതാണ് ആൻസർ. ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ. പ്ലസ് πr² ആണ് നമുക്കവിടെ കിട്ടുന്ന ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കേൾ ഓഫ് ദ ഫംഗ്ഷൻ ഡോട്ട് ആർ ക്യാപ് ഡി എസിന് അങ്ങനെയുള്ള ഫംഗ്ഷൻ നമ്മൾ കേൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലൈൻ ഇൻറ്റഗ്രലിലേക്ക് മാറ്റിയിട്ട്, അല്ലേ, ആ ബൗണ്ടറിയിൽ ലൈൻ ഇൻറ്റഗ്രലിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, നമുക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം. താങ്ക് യു.